ഇനി മൂന്നാമത്തെ കൂട്ടരാണ്, അവർ ഭയങ്കര റിസ്ക് എടുത്തത്. അവർ കരവഴി ഓടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ എനിക്ക് കാല് വയ്യേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്നാൽ പറ്റുമോ? അത് റിസ്ക്കാണ്. അത് കരവഴി ഓട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശാരീരികമായ ഓട്ടം മാത്രമല്ല. കരവഴിയുള്ള ഓട്ടം ശാരീരികമായ ഓട്ടം മാത്രമായിട്ട് നിങ്ങൾ ധ്യാനിക്കരുത്. ഇപ്പോൾ കുരിശിൽ കിടന്ന നല്ല കള്ളൻ, മറ്റേ കള്ളൻ എന്താ പറഞ്ഞത്? മറ്റേ കള്ളൻ ദുഷിച്ച് പറയുകയാണ്, ഈശോയെ ദുഷിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ. അത് ലൂക്കായുടെ സുവിശേഷത്തിൽ 23-ാമത്തെ അധ്യായത്തിൽ അപരൻ അവനെ ശകാരിച്ച് പറഞ്ഞു, നീ ദൈവത്തെ അല്ല, അവൻ ദുഷിച്ച് പറഞ്ഞു, നീ ക്രിസ്തുവല്ലേ, നിന്നെയും ഞങ്ങളെയും രക്ഷിക്കുക. 40-ാമത്തെ വാക്യത്തിൽ 23-40 അപരൻ അവനെ ശകാരിച്ച് പറഞ്ഞു, നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലേ? നീയും അതേ ശിക്ഷാവിധിയിൽ തന്നെയാണല്ലോ. നമ്മുടെ ശിക്ഷാവിധി ന്യായമാണ്, നമ്മുടെ പ്രവൃത്തികൾക്ക് തക്ക പ്രതിഫലം നമുക്ക് ലഭിച്ചിരിക്കുന്നു. ഇവനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഈ നല്ല കള്ളൻ ഇത് പറയേണ്ട കാര്യമുണ്ടോ? നല്ല കള്ളനോട് ആര് പറയാൻ പറഞ്ഞു? ഈ ബോധ്യം എവിടെ നിന്ന് കിട്ടി? വാമക്കളെ പരിശുദ്ധ കുർബാനയിൽ വാമക്കളെ മുട്ടുകുത്തി കുടുംബപ്രാർത്ഥന ചൊല്ലാം എന്നൊക്കെ നമുക്ക് പറയാനൊരു റിസ്ക് ഉണ്ട് മക്കളോട്, കുടുംബത്തിലുള്ളവരോട്. ഇവൻ അത് പറഞ്ഞതുകൊണ്ട് അവനോട് ഈശോ പറഞ്ഞത് എന്താ? നീ ഇന്ന് എന്നോടുകൂടെ പർദീസയിലായിരിക്കും. അതാണ് ആ ഒരു റിസ്ക്. ആരെങ്കിലും എന്തെങ്കിലും വിചാരിക്കുന്നു എന്ന് വിചാരിച്ചിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നില്ല. അപ്പം കരവഴി ഓട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനൊരു റിസ്ക് എടുക്കണം.